എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 2025 ഒക്ടോബർ 1-2 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. വരാനിരിക്കുന്ന CPO എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് CPO റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആയിട്ടുള്ള 1500 രൂപയ്ക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഇനി അത് മാത്രമല്ല, സ്പെഷ്യൽ ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്താണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ, ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള TalentKerala.com എന്നിവയിലൊക്കെ തന്നെ ഈ ബുക്ക് ലഭ്യമാണ്. ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക് അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. പൂർണ്ണമായി സിലബസ് ഓറിയന്റ് ആയിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള TalentKerala.com ഈ ബുക്ക് ലഭ്യമാണ്. അപ്പോൾ കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റിന്റെ തമ്പാനൂർ ബ്രാഞ്ചിൽ ഈ വരുന്ന അതായത് 2025 ഒക്ടോബർ 15 മുതൽ കമ്പനി ബോർഡ് LGS ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഒരു ആത്മകഥയാണ്. അതായത് ഐ ആം ജോർജിയ, മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? ഐ ആം ജോർജിയ, മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? ജോർജിയ മെലോനി. ആരാണ്? ജോർജിയ മെലോനിയാണ്. ഈ പറയുന്ന ജോർജിയ മെലോനി നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ? അതായത് ഇറ്റലിയുടെ പ്രധാനമന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? ജോർജിയ മെലോനി എന്ന് പറയുന്നത്. സോ ജോർജിയ മെലോനിയുടെ ആത്മകഥ എന്താണ്? ഐ ആം ജോർജിയ, മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നതാണ് ആത്മകഥയുടെ പേരെന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഇതിന്റെ ഈ ഒരു പുസ്തകത്തിന്റെ ഇന്ത്യൻ പതിപ്പിന് എന്താണ് ആമുഖം എഴുതിയത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ്. സോ ആ ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, അതായത് 2025 അബുദാബിയിൽ വെച്ച് IUCN വേൾഡ് കൺസർവേഷൻ കോൺഗ്രസ് നടന്നു. സോ അതിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായകമായ തീരുമാനം എടുത്തിരിക്കുകയാണ്. അതായത് ഇന്ത്യയിലെ ദുഗോങ് സംരക്ഷണ റിസർവിനെ, അതായത് ഇന്ത്യയിലെ ദുഗോങ് കൺസർവേഷൻ റിസർവിനെ IUCN എന്ത് ചെയ്തിരിക്കുന്നു? അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞതാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ഡുഗോങ് കൺസർവേഷൻ റിസർവ് എവിടെയാണെന്ന് പറഞ്ഞു? തമിഴ്നാട്ടിലാണ്. അതായത് പാക് കടലിടുക്കിലാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ തമിഴ്നാട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ എന്തെന്ന് പറയുന്നത്? ഡുഗോങ് കൺസർവേഷൻ റിസർവ് എന്ന് പറയുന്നത്. സോ അതിനെ എന്ത് ചെയ്തിരിക്കുന്നു? IUCN അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ കടൽ പശു എന്നറിയപ്പെടുന്ന ജീവിയില്ലേ, അതാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ഡുഗോങ് എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, അടുത്തിടെ ഇന്ത്യയിൽ നിന്നും യുനെസ്കോ ബയോസ്ഫിയർ റിസർവുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ബയോസ്ഫിയർ റിസർവ് ഏതാണ്? അപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്? അടുത്ത റീസെന്റ് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ബയോസ്ഫിയർ റിസർവിനെ എന്തായിട്ട് യുനെസ്കോ ബയോസ്ഫിയർ റിസർവുകളുടെ പട്ടികയിൽ എന്ത് ചെയ്തു? ഉൾപ്പെടുത്തി. അപ്പോൾ അത് ഏത് എന്നുള്ളതാണ്. അത് കോൾഡ് ഡെസേർട്ട്. ഏതാണ്? കോൾഡ് ഡെസേർട്ട് ആണ്. അപ്പോൾ ഇതിന്റെ മെജോറിറ്റി ഭാഗവും വരുന്നത് ഹിമാചൽ പ്രദേശിലാണ്. എന്നിരുന്നാൽ തന്നെയും ജമ്മു കാശ്മീരിൽ ഇതിന്റെ കുറച്ച് പാർട്സ് ഒക്കെ ഉണ്ട്. സോ ജമ്മു കാശ്മീർ അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന കോൾഡ് ഡെസേർട്ടിനെ എന്ത് ചെയ്തു? ഇന്ത്യയിൽ നിന്നും യുനെസ്കോ ബയോസ്ഫിയർ റിസർവിന്റെ പട്ടികയിൽ എന്ത് ചെയ്തു? ഉൾപ്പെടുത്തി എന്നുള്ള കാര്യം ഓർക്കുക. സോ ഇതോടുകൂടി ഇന്ത്യയിൽ നിന്നുള്ള യുനെസ്കോ ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം എത്രയാണ്? അത് 13. എത്രയാണ്? 13 ആണ്. അപ്പോൾ ഇതോടുകൂടി ഇന്ത്യയിൽ നിന്നുള്ള യുനെസ്കോ ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം എത്രയാണ്? 13 ആണ്. സോ അതുകൂടി നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ദക്ഷിണേന്ത്യയിലെ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഗ്രാമം. അതായത് ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു ഗ്രാമം എന്ത് ചെയ്യുന്നു? പൂർണ്ണമായിട്ടും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നു. ഏതാണ് ആ ഗ്രാമം? അത് കൊണ്ടറെഡ്ഡിപ്പള്ളി. എന്താണ്? കൊണ്ടറെഡ്ഡിപ്പള്ളി. അപ്പോൾ ഇതെന്ന് പറയുന്നത് തെലങ്കാനയിലാണ്. എവിടെയാണ്? തെലങ്കാനയിലാണ്. അപ്പോൾ തെലങ്കാനയിലെ കൊണ്ടറെഡ്ഡിപ്പള്ളി എന്താണ്? ദക്ഷിണേന്ത്യയിലെ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ ഗ്രാമമായിട്ട് മാറിയിരിക്കുകയാണ്. സോ അതൊന്ന് നോട്ട് ചെയ്യുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും കൂടുതൽ അപ്ഡേഷൻ വരുന്നൊരു മേഖലയാണ്. അതായത് ഇന്ത്യയിലെ പുതിയ റാംസർ സൈറ്റുകൾ. ഒരുപാട് തവണ PSC ചോദിച്ചതാണ്. സോ ഇന്ത്യയിലെ പുതിയ റാംസർ സൈറ്റുകൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. സോ ഇന്ത്യയിലെ ഏറ്റവും പുതിയ റാംസർ സൈറ്റുകൾ എന്ന് പറയുന്നത് ഗോകുൽ റിസർവോയറും അതുപോലെ തന്നെ ഉദയ്പൂർ തടാകം. ഏതൊക്കെയാണ്? ഗോകുൽ റിസർവോയർ അതുപോലെ തന്നെ ഉദയ്പൂർ തടാകം. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് രണ്ടും എവിടെയാണ്? ബീഹാറിലാണ്. എവിടെയാണ്? ബീഹാറിലാണ്. ഒരു പക്ഷേ സംശയം തോന്നാം അല്ലേ? ഉദയ്പൂർ തടാകം കിടക്കുമ്പോൾ ഇത് രാജസ്ഥാനാണോ എന്നൊരു ഡൗട്ട് തോന്നാം. പക്ഷെ അങ്ങനെ തോന്നരുത്. ഇത് രണ്ടും ഗോകുൽ റിസർവോയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഉദയ്പൂർ തടാകം ആയിക്കോട്ടെ, രണ്ടും എവിടെ തന്നെയാണ്? ബീഹാറിൽ തന്നെയാണ്. സോ ഇതോടുകൂടി ബീഹാറിൽ എത്ര റാംസർ സൈറ്റുകളായി? 5 എണ്ണം. എത്രയാണ്? 5
5 റാംസർ സൈറ്റുകളായി, ബീഹാറിൽ 5 എണ്ണമായി. ഇന്ത്യയിൽ എത്ര എണ്ണമായി? ഇന്ത്യയിൽ 93. ഇന്ത്യയിൽ എത്രയായി? 93. ഇത് നോട്ട് ചെയ്യുക. ഇന്ത്യയിൽ എത്ര എണ്ണമായി? 93 എണ്ണമായി. അതുകൂടി നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി മറ്റൊരു കാര്യം, ഏറ്റവും കൂടുതൽ എന്താണ് റാംസർ സൈറ്റുകളുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് തമിഴ്നാടാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള സംസ്ഥാനം ഏതാ? അത് തമിഴ്നാടാണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി ലോകത്തിൽ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏരിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് UK ആണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകൾ UK-യിലാണ്. 2ാം സ്ഥാനത്ത് മെക്സിക്കോ. 2ാം സ്ഥാനത്ത് ആരാ? മെക്സിക്കോയാണ്. 3ാം സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യയാണ്. 3ാം സ്ഥാനത്ത് ആരാ? നമ്മുടെ ഇന്ത്യ. അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകൾ ഉള്ളത് UK-യിലും, 2ാമത് മെക്സിക്കോയിലും, 3ാമത് ഇന്ത്യയിലുമാണ്. ഇത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ നിലവിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം എത്രയാ? 93 ആണ്. ഇനി ആ 92ഉം 93 എവിടെയാ? ബീഹാറിലാണ്. ഗോഗൾ റിസർവോയറും അതുപോലെ തന്നെ ഉദയ്പൂർ തടാകവും അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പാലത്തെ പറ്റിയാണ്. അതായത് ഓൾറെഡി ചർച്ച ചെയ്താണ്. ഏകദേശം 625 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാലം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാലം ഇതാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാലം ഏതെന്നാണ്? ഹുവാജിയാങ് ഗ്രാൻഡ് കാൻയാൻ പാലം. ഏതാണ്? ഹുവാജിയാങ് ഗ്രാൻഡ് കാൻയാൻ പാലം. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ തോന്നിക്കാണും ഇത് ഏതാണ് രാജ്യം എന്നല്ലേ? ചൈനയിലാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന പാലം ഏതാണ്? അത് ഈ പറഞ്ഞ ഹുവാജിയാങ് ഗ്രാൻഡ് കന്യാൻ പാലമാണ്. സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇപ്പോൾ ചർച്ച ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്ത് ചെയ്തു? ഗതാഗതത്തിന് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത ചർച്ച ചെയ്തത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഒരു വേദിയാണ്. അതായത് സ്കൂൾ ഒളിമ്പിക്സ് 2025ന്റെ വേദി എവിടെയെന്നാണ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നിരുന്നാലും ഓർത്ത് വയ്ക്കുക, തിരുവനന്തപുരമാണ്. ഇപ്പോൾ ഇത് ചർച്ച ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇതിലെ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ട് 2 പുതിയ കായിക ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്രിക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ബോസ് ബോൾ, അതാ എന്താണ് ബോസി ബോൾ എന്ന് പറയുന്ന കായിക ഇനം കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. വേദി പറഞ്ഞു എവിടെയാണ്? തിരുവനന്തപുരമാണ്. അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വേദിയാണ്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, എങ്കിലും ഈ ഒരു ഈവന്റ് തുടങ്ങിയതുകൊണ്ട് നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നത് മാത്രം. അതായത് 2025 ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി എവിടെയെന്നാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇന്ത്യയിലും അതുപോലെ തന്നെ ചില മത്സരങ്ങൾ ശ്രീലങ്കയിലും ആവും നടക്കുക. സോ ഇന്ത്യ, ശ്രീലങ്ക എന്നിവരാണ് എന്ത് ചെയ്യുന്നത്? വേദിയാകുന്നത് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഇനി ഇതിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടിയത് ഇന്ത്യയും ശ്രീലങ്കയും ആയിരുന്നു. ഇപ്പോൾ നടക്കുന്നത് 13ാമത് എഡിഷൻ ആണ്. എത്രാമത്തെ? 13ാമത് എഡിഷൻ ആണ് ഇപ്പോൾ നടക്കുന്നത്. ആകെ പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണം 8 ആണെന്നുള്ള കാര്യം ഓർക്കുക. ഏറ്റവും കൂടുതൽ ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ രാജ്യം എന്ന് പറയുന്നത് ഓസ്ട്രേലിയ. ഏതാണ്? ഓസ്ട്രേലിയ ആണ്. അതിപ്പോൾ പുരുഷന്മാരുടെ കാര്യമായാലും ഏത് തന്നെയാണ്ടാ? അതും ഓസ്ട്രേലിയ തന്നെയാണ്. സോ ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഏറ്റവും കൂടുതൽ നേടിയത് എന്ന് ചോദിച്ചാലും ICC പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഏറ്റവും കൂടുതൽ നേടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? രണ്ടും ഓസ്ട്രേലിയ തന്നെയാണ്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി പുതിയൊരു സസ്യയിനത്തെ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഇടുക്കി ദേവികുളത്തെ ജൈവ വൈവിധ്യ മേഖലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കാപ്പിച്ചെടി ഏതാണെന്നാണ്. അത് ഒഫിയോറിസ എക്കിനാറ്റ. ഇതാണ് ഒഫിയോറിസ എക്കിനാറ്റ. സോ ഒഫിയോറിസ എക്കിനാറ്റ എന്ന് പറയുന്നത് എന്താണ്? ഒരു പുതിയ ഇനം കാപ്പിച്ചെടിയാണ്. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഭൂട്ടാനെ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇന്ത്യ റെയിൽ മാർഗം ബന്ധിപ്പിക്കാനായിട്ട് പോവുകയാണ്. അതായത് ഭൂട്ടാനിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ റെയിൽ കണക്ടിവിറ്റി കൊണ്ടുപോകാനായിട്ട് പോവുകയാണ്. സോ അതിനുള്ള പദ്ധതികൾ എന്ത് ചെയ്തു? ഇന്ത്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഭൂട്ടാനിലേക്കുള്ള റെയിൽ പദ്ധതികൾ എന്ത് ചെയ്തു? ഇന്ത്യ പ്രഖ്യാപിച്ചു. സോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് അസമിലുള്ള കൊക്രജാറിനെയും അതുപോലെ തന്നെ ഭൂട്ടാനിലുള്ള ഗലേഫോയും എന്ത് ചെയ്യുന്നു? ബന്ധിപ്പിക്കുന്നു. ഇതൊക്കെയാണ് അസമിലുള്ള കൊക്രജാർ, അതുപോലെ തന്നെ ഗലേഫു, ഭൂട്ടാനിലെ ഗലേഫു എന്നിവരെ എന്ത് ചെയ്യുന്നു? തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അതിനൊപ്പം തന്നെ വെസ്റ്റ് ബംഗാളിലെ ബനാർഘട്ടം അതുപോലെ തന്നെ എന്താണ് സാത്സെ എന്ന് പറയുന്ന ഭൂട്ടാനുള്ള സ്ഥലത്തെ തമ്മിൽ എന്ത് ചെയ്യുന്നു? ബന്ധിപ്പിക്കുന്നു. സോ അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. അടുത്ത് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ്. അതായത് ചിമ്പാൻസികളുടെയും മനുഷ്യക്കുരങ്ങളുടെയൊക്കെ എന്താണ് ആ സംരക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ച ഒരു പരിസ്ഥിതി പ്രവർത്തക. അതായത് അടുത്തിടെ അന്തരിച്ച പ്രശസ്ത പ്രൈമറ്റോളജിസ്റ്റും പരിസ്ഥിതി പ്രവർത്തകയുമായ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ജെയിൻ ഗുഡാൾ. ആരാണ്? ജെയിൻ ഗുഡാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജെയിൻ ഗുഡാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് ഇതിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ചിമ്പാൻസികളുടെ സംരക്ഷണത്തിന് വേണ്ടി അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവർ സ്ഥാപിച്ചിട്ടുണ്ട്. സോ അതുകൂടി നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി അങ്ങോട്ട് ഒരുപാട് 10th ലെവൽ എക്സാംസ് ഒക്കെ വരാനിരിക്കുകയാണ്. പ്രത്യേകിച്ച് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ബെബ്കോ LDC, അങ്ങനെ ഒരുപാട് എക്സാമുകൾ. ഇനി അത് മാത്രമല്ല 2027 അടുത്ത LDC എക്സാം വരുന്നുണ്ട്. സോ ഇപ്പോഴേ തന്നെ പ്രിപ്പറേഷനുകൾ ആരംഭിക്കുക. അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കാനായിട്ട് ടാലന്റ് ഏറ്റവും പുതിയ LDC ബുക്കുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ബുക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും പുതിയ SCERT ഫാക്ടുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു റാങ്ക് ഫെയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പിന്നടുത്തുള്ള ബുക്ക് സ്റ്റാൾ
സ്റ്റാളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentkerala.com ഈ ബുക്കുകൾ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ഐ ആം ജോർജിയ, മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണെന്ന് പറഞ്ഞു? ജോർജിയ മെലോനിയാണ്. ഇറ്റാലിയൻ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞു. അവരുടെ ആത്മകഥയാണെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് ഇന്ത്യയിലെ ഡുഗോങ് സംരക്ഷണ റിസർവിനെ എന്ത് ചെയ്തു? IUCN അംഗീകരിച്ച കാര്യം പറഞ്ഞു. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്ടിലാണല്ലേ. ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്താ? അടുത്തിടെ ഇന്ത്യയിൽ നിന്നും യുനെസ്കോ ബയോസ്ഫിയർ റിസർവുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ബയോസ്ഫിയർ റിസർവ് ഏതെന്നാണ്? അത് കോൾഡ് ഡെസേർട്ട് ആണ്. ഹിമാചൽ പ്രദേശിലാണ് മെജോറിറ്റി ഭാഗവും. അതിനൊപ്പം തന്നെ എന്താണ്? കുറച്ച് ഭാഗം ജമ്മു കാശ്മീരിലും ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ഇനി അതിനുശേഷം പറഞ്ഞത് ദക്ഷിണേന്ത്യയിലെ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഗ്രാമം ഏതാ? തെലങ്കാനയിലെ കൊണ്ട റെഡ്ഡി പള്ളി. അതിനുശേഷം പറഞ്ഞത് ഇന്ത്യയിലെ പുതിയ റാംസർ സൈറ്റുകളാണ്. പുതുതായി 2 കൂടി വന്നു. അതോടുകൂടി എത്രണ്ണമായി? 93. അപ്പോൾ പുതിയത് ഏതൊക്കെയാണ്? ഗോഗൽ റിസർവോയറും അതുപോലെ തന്നെ ഉദയ്പൂർ തടാകവും. അത് കാര്യമായിട്ട് നോട്ട് ചെയ്യുക. ദെൻ അതിനുശേഷം പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാലം ഏതാണെന്ന് പറഞ്ഞു. അത് ചൈനയിലെ ഹുവാജിയാങ് ഗ്രാൻഡ് കന്യാൻ പാലമാണെന്ന് പറഞ്ഞു. അതുകൂടി നോട്ട് ചെയ്യുക. ദെൻ അതിനുശേഷം പറഞ്ഞത് ഒരു വേദിയാണ്, അതായത് സ്കൂൾ ഒളിമ്പിക്സ് 2025. അതായത് നമ്മുടെ എന്താണ്? സംസ്ഥാന സ്കൂൾ കായികമേള അല്ലേ. അപ്പോൾ 2025 വേദി എവിടെയാ? അത് തിരുവനന്തപുരത്താണ്. അതുകൂടി നോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ എന്താണ്? ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ആരംഭിച്ച കാര്യം പറഞ്ഞു. ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് നടക്കുന്നത്. ഉദ്ഘാടന മത്സരം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലായിരുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ടൂർണമെന്റ് കഴിയുമ്പോൾ ചർച്ച ചെയ്യും. അതിനുശേഷം പറഞ്ഞത് ഒരു പുതിയ ഇനം കാപ്പിച്ചെടിയാണ്. അതായത് ഇടുക്കി ദേവികുളത്തെ ജൈവ വൈവിധ്യ മേഖലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കാപ്പിച്ചെടി ഏതാണ്? ഒഫിയോറിസ എക്കിനാറ്റ. അതുകൂടി നോട്ട് ചെയ്യുക. അതിനുശേഷം പറഞ്ഞത് ഏത് രാജ്യത്തേക്ക്? ഭൂട്ടാനിലേക്ക് എന്ത് ചെയ്യുന്നു? ഇന്ത്യ റെയിൽ മാർഗം, അതായത് റെയിൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. സോ അതിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതികൾ എന്ത് ചെയ്തു? ഇന്ത്യ പ്രഖ്യാപിച്ചു. അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു. ജെയിൻ ഗുഡാൾ എന്ന് പറയുന്ന പ്രശസ്ത പ്രൈമറ്റോളജിസ്റ്റും പരിസ്ഥിതി പ്രവർത്തകയുമായ വ്യക്തി എന്ത് ചെയ്തു? അന്തരിച്ച കാര്യം പറഞ്ഞു. സോ അതുകൂടി നോട്ട് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, വനിതാ പ്രീമിയർ ലീഗിന്റെ ആദ്യ ചെയർമാനായിട്ട് നിയമിതനായത് ആരെന്നാണ്? മിഥുൻ മൻഹാസ്, ദേവജി സൈക്യ, ജയേഷ് ജോർജ്, റോജർ ബിന്നി. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരെന്നാണ്? ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്. ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്? അപ്പോൾ ക്ലച്ച്, മേപ്പിൾ, ഷേരു, സായു. അപ്പോൾ ശരി ഉത്തരം ഏതാ? ഷേരു. ഏതാ? ഷേരു ആണ്. അത് കാര്യമായിട്ട് നോട്ട് ചെയ്യുക. 3 രാജ്യങ്ങൾ വെച്ച് നടക്കുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം? 2026 അടുത്ത വേൾഡ് കപ്പ്. അപ്പോൾ അത് കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ചർച്ച ചെയ്യാം. ഇനി രണ്ടാമത്തെ ചോദ്യം, 2025 ബുക്കർ പ്രൈസിലേക്ക് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യൻ എഴുത്തുകാരി ആരെന്നാണ്? അപ്പോൾ ശരി ഉത്തരം ഏതാ? കിരൺ ദേശായി ആണ്. അപ്പോൾ ബുക്കർ പ്രൈസ് ഒക്കെ ഇനിയിപ്പോൾ പ്രഖ്യാപിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. അപ്പോൾ നമ്മളത് ചർച്ച ചെയ്ത ചോദ്യങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും ഉത്തരങ്ങളും ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക. നല്ലപോലെ വർക്ക് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. അപ്പോൾ 2025 ഒക്ടോബർ 1, 2 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.